രാഷ്ട്രീയം താല്പര്യമില്ല എന്ന് പറയുന്നവരും രാഷ്ട്രീയത്തോട് എതിർപ്പുള്ളവരും അരാഷ്ട്രീയവാദികളായിട്ടുള്ളവരും ഈ കഴിഞ്ഞ വയനാട് ദുരന്തത്തിൽ നടന്ന സംഭവങ്ങളും രക്ഷാപ്രവർത്തനങ്ങളും ഒന്ന് കാണണം. യൂത്ത് കോൺഗ്രസിന്റെ യൂത്ത് കെയർ യൂത്ത് കെയർ രാഹുൽ ബാദ് കുമ്മാങ്കൂട്ടരും ഷാഫി പറമ്പിലൊക്കെ ഇറങ്ങി വർക്കിയത്. അന്ന് രാവിലെ തുടങ്ങി ദുരന്തം ഉണ്ടായി. അന്ന് രാവിലെ തുടങ്ങി രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ അവിടെ ഉണ്ട്. ഞാൻ ഒരു 10-15 പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ടാവും. കാരണം അത്ര മേലെ ഏറ്റവും ടോപ്പിൽ പുതിയപ്പെട്ട ഭാഗങ്ങളൊക്കെ യൂത്ത് കെയർ ആയിരുന്നു. വൈറ്റ് വിഷയമായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒന്ന് ചാലിയാർ പുഴയുടെ കുറുകെ ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകരും SDP-കാരും യൂത്ത് കെയറിന്റെ പ്രവർത്തകരും ഒക്കെ കൂടി അവർ നടത്തിയ സാഹസികമായിട്ടുള്ള രക്ഷാപ്രവർത്തനമുള്ളൂ. എത്ര പറഞ്ഞാലും നമുക്ക് അവരെ അഭിനന്ദിച്ചാൽ മതിയാവില്ല. അവരുടെ മുണ്ടടിച്ച് മൃതശരീരം അതിൽ കെട്ടി തോളത്ത് ചുമന്നുകൊണ്ട് വരുന്ന ആളുകളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കേരളം വിട്ടാൽ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നില്ല. ആരൊക്കെയാണ് അവിടെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടതെന്നും എന്തൊക്കെയാണ് അവർ ചെയ്തതെന്നും നിങ്ങൾ കൃത്യമായിട്ട് അറിയണം. തങ്ങളുടെ മക്കളെ രാഷ്ട്രീയത്തിന് വിടത്തില്ല എന്നും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് മാറ്റി നിർത്തും എന്നും പ്രഖ്യാപിച്ചിട്ടുള്ള അരാഷ്ട്രീയവാദികളായിട്ടുള്ള ആളുകൾ ദയവീത് ഇത്തരം കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. ഇത് നിങ്ങൾ കാണാതെയും അറിയാതെയും പോകരുത്. യൂത്ത് കോൺഗ്രസും അതുപോലെ തന്നെ DYFIയും അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ യുവജന വിഭാഗങ്ങളും KSUവും ഒക്കെ SDP അടക്കം ഉള്ള ഇവരുടെയൊക്കെയും യുവജന വിഭാഗങ്ങളും വിദ്യാർത്ഥി വിഭാഗങ്ങളും ഒക്കെയും കൈമെയ് മറന്ന് സ്വന്തം ജീവൻ പോലും നോക്കാതെയാണ് വയനാട് ഉണ്ടായ ദുരന്തത്തിൽ അവരെല്ലാം അതിനുവേണ്ടി സന്നദ്ധ പ്രവർത്തകരായി ഇറങ്ങിയത്. അപ്പോൾ സ്വന്തം മക്കളെ രാഷ്ട്രീയ പ്രവർത്തനത്തിനോ രാഷ്ട്രീയ പാർട്ടികളിൽ ബന്ധപ്പെടാതെയൊക്കെ മാറ്റി നിർത്തുന്നവർ ഒന്ന് ഇങ്ങനെയുള്ള കാര്യം കൂടി ഒന്ന് അറിയുന്നത് നല്ലതായിരിക്കും. നാടിനോട് അല്പമെങ്കിലും സ്നേഹവും പ്രതിബദ്ധതയൊക്കെ ഉള്ള നല്ല ആളുകളായി വളർന്നു വരുവാൻ ഇത്തരം സംഘടനകളിൽ ഒക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ അവരൊക്കെയും നാടുമായിട്ടും ബന്ധമില്ല, ജനങ്ങളുമായിട്ടും ബന്ധമില്ലാതെ ഒരു പ്രത്യേകതരം ജീവികളായി വളർന്നു വരേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. ദയവീത് അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് സ്വന്തം മക്കളെ ഒഴിവാക്കണം എന്നാഗ്രഹിക്കുന്നവർ അവർക്ക് ഇഷ്ടമുള്ള ഏത് രാഷ്ട്രീയമാണോ ആ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം വീടുകളിൽ നൽകണമെന്ന ഒരു എളിയ അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. ചില ന്യൂസുകളിൽ വന്ന വീഡിയോ കൂടി ഇതിനൊപ്പം ഞാൻ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് എന്തായാലും അരാഷ്ട്രീയവാദികളായിട്ടുള്ള ആളുകൾ ഈ വയനാട് ദുരന്തത്തിൽ നടന്ന രാഷ്ട്രീയ പ്രവർത്തനം, നടന്ന സാമൂഹ്യ പ്രവർത്തനം, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരുപറ്റം യുവാക്കളുടെ അവിടെ രാഷ്ട്രീയമില്ലായിരുന്നു, അവിടെ മതമില്ലായിരുന്നു, അവിടെ ജാതിയില്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. മനുഷ്യനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും മനുഷ്യൻ്റെ ഒപ്പം നിൽക്കുന്നതിന് വേണ്ടിയിട്ടും ചെറുപ്പക്കാരായിട്ടുള്ള നൂറുകണക്കിന് ആളുകൾ വ്യത്യസ്ത രാഷ്ട്രീയങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ വ്യത്യസ്ത രാഷ്ട്രീയങ്ങളിൽ വിശ്വസിക്കുന്നവർ അവിടെ വന്ന് പ്രവർത്തിച്ചിരുന്നു. ഇതൊക്കെ കാണണം, മനസ്സിലാക്കണം, ഉൾക്കൊള്ളണം.